ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ട അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ ഒരു ചെറിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വായിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമഗ്ര പോർട്ടലിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ലഭ്യമാണ് കേട്ടോ. അപ്പോൾ സമഗ്രയിൽ പോയിട്ട് നോക്കിയാൽ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളുടെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് STD 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രവർത്തനം 1. സീന ജലത്തിൽ ലയിക്കുന്നവയും ലയിക്കാത്തവയുമായ വസ്തുക്കൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. ആദ്യ ഘട്ടം എന്ന നിലയിൽ ചുറ്റുപാടുമുള്ള വസ്തുക്കളെ പട്ടികപ്പെടുത്തി. പട്ടികയെ അടിസ്ഥാനപ്പെടുത്തി തൻ്റെ ശാസ്ത്ര പുസ്തകത്തിൽ ജലത്തിൽ ലയിക്കുന്നവയും ലയിക്കാത്തവയുമായ വസ്തുക്കളെ തരംതിരിച്ച് ഊഹം രേഖപ്പെടുത്തി. പരീക്ഷണം നടത്തിയപ്പോൾ ഊഹങ്ങളിൽ പലതും തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു. സീനയുടെ ഊഹം താഴെ കൊടുത്തിരിക്കുന്നു. നോക്കിക്കേ, സീന എഴുതിയത് ജലത്തിൽ ലയിക്കുന്നവ പഞ്ചസാര, തേയില, മുളകുപൊടി, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, മണൽ എന്നിവയും ജലത്തിൽ ലയിക്കാത്തവ തുരിശ്, അപ്പക്കാരം, ഇരുമ്പുപൊടി, ഉപ്പ്, സോപ്പ് പൊടി എന്നിവയുമാണ് കേട്ടോ. ചോദ്യം A. ഇവയിൽ തെറ്റായി രേഖപ്പെടുത്തിയത് തിരുത്തി എഴുതുക. അപ്പോൾ തെറ്റായിട്ടുള്ളത് ഏതൊക്കെയാണ് മക്കളെ? ആദ്യം നമുക്ക് ജലത്തിൽ ലയിക്കുന്നവ നോക്കാം. ജലത്തിൽ ലയിക്കുന്നത് പഞ്ചസാര, ഉപ്പ്, അപ്പക്കാരം, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, തുരിശ്, സോപ്പ് പൊടി എന്നിവയാണ് കേട്ടോ. ജലത്തിൽ ലയിക്കാത്തതോ തേയില, മുളകുപൊടി, മണൽ, ഇരുമ്പുപൊടി എന്നിവയാണ്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പട്ടികപ്പെടുത്തിയിട്ട് വേണം ഉത്തരം എഴുതി കൊടുക്കാനായിട്ട്. ക്വസ്റ്റ്യൻ B. സോഡാ വെള്ളത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് സോഡാ വെള്ളത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള വാതകം. ക്വസ്റ്റ്യൻ C. ജലത്തിൽ പഞ്ചസാര ലയിപ്പിച്ചാൽ അതിലെ ലീനം, ലായനി, ലായകം ഇവ ഏതെല്ലാമായിരിക്കും? പഞ്ചസാര ലായനിയിൽ ലീനം പഞ്ചസാരയാണ്, ലായകം വെള്ളമാണ്, ലായനി പഞ്ചസാര ലായനിയാണ്. അതായത് ലീനം എന്ന് പറഞ്ഞാൽ എന്ത് വസ്തുവാണോ ലയിപ്പിക്കാൻ നമ്മൾ എടുക്കുന്നത്, ലയിപ്പിക്കുന്ന വസ്തു ഏതാണോ അതാണ് ലീനം. ഇനി ലായകം എന്ന് വെച്ചാൽ ഏതിലാണോ നമ്മൾ ലയിപ്പിക്കുന്നത് അതാണ് ലായകം. ലീനവും ലായകവും ലയിച്ചുണ്ടാവുന്ന വസ്തുവാണെന്ത്? ലായനി. പ്രവർത്തനം 2. ശുദ്ധജല ഉപയോഗത്തിൻ്റെ ഒരു ദിവസത്തെ അളവ് പട്ടികപ്പെടുത്തിയത് ചുവടെ കൊടുത്തിരിക്കുന്നു. നോക്കിക്കേ, നമുക്ക് ആവശ്യവും അതിൻ്റെ ഉപയോഗം എത്ര ലിറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. ആദ്യം കുടിക്കാൻ 2.5 മുതൽ 3.5 ലിറ്റർ വരെ, ഭക്ഷണം പാകം ചെയ്യാൻ 3 മുതൽ 4 ലിറ്റർ വരെ, കുളിക്കാനും വസ്ത്രം കഴുകാനും 30 ലിറ്റർ, മൃഗങ്ങളെ കുളിപ്പിക്കാൻ 25 ലിറ്റർ, വാഹനങ്ങൾ കഴുകാൻ 50 ലിറ്റർ. ചോദ്യം A. പട്ടിക വിശകലനം ചെയ്ത് ശുദ്ധജലം പാഴാക്കുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. ഇരിക്കുന്ന പട്ടികയിൽ കുളിക്കാനും വസ്ത്രം കഴുകാനും മൃഗങ്ങളെ കുളിപ്പിക്കാനും വാഹനങ്ങൾ കഴുകാനും കൂടുതൽ ജലം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിലാണ് കൂടുതൽ ജലം പാഴാക്കുന്നത്. ചോദ്യം B. മനുഷ്യരുടെ രക്തത്തിൽ ജലത്തിൻ്റെ ശതമാനം എത്രയാണ്? 50 മുതൽ 55% വരെയാണ് രക്തത്തിലെ ജലത്തിൻ്റെ അളവ്. ചോദ്യം C. നിങ്ങളുടെ വിദ്യാലയത്തിലെ കുട്ടികളെ ശുദ്ധജലം പാഴാക്കുന്നതിനെതിരെ ബോധവൽക്കരിക്കുന്നതിനായി പോസ്റ്റർ തയ്യാറാക്കുക. ജലം അമൂല്യമാണ്, അറിഞ്ഞുപയോഗിക്കുക. ഓരോ തുള്ളി വെള്ളവും അമൂല്യമാണ്, അത് നാളേക്ക് കരുതുക. പ്രവർത്തനം 3. സസ്യങ്ങളുടെ വിത്തുകൾ പല സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫലമായിട്ടാണ് വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും ഒരു സസ്യം വിവിധ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതും. വിത്ത് വിതരണത്തിനായി സസ്യങ്ങൾ പല മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ചോദ്യം A. തന്നിരിക്കുന്നവയിൽ നിന്ന് പക്ഷികൾ വിത്ത് വിതരണം നടത്തുന്നവ കണ്ടെത്തുക. A. തേങ്ങ, B. പേരയ്ക്ക, C. വെണ്ടയ്ക്ക. ഏതാണ് പക്ഷികൾ വഴി വിത്ത് വിതരണം നടത്തുന്നത്? പേരയ്ക്കയാണ് കേട്ടോ. ഈ തേങ്ങ വെള്ളം വഴിയാണ്, അതുപോലെ വെണ്ടയ്ക്ക പൊട്ടിത്തെറിച്ചാണ്. ഇനി ചോദ്യം B. ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. വിത്ത് വിതരണം ആദ്യത്തെ നോക്കൂ. കാറ്റ് വഴി വിത്ത് വിതരണം നടത്തുന്നത് ഏതൊക്കെയാണ്? അപ്പൂപ്പൻ താടിയുണ്ട്, പിന്നെ അതുപോലെ മറ്റൊരു ഉദാഹരണമാണ് മുരിങ്ങക്കായ കേട്ടോ. ഇനി മാങ്ങ, ഞാവൽപ്പഴം എന്നിവ ജന്തുക്കൾ വഴിയാണ് വിത്ത് വിതരണം നടത്തുന്നത്. വെള്ളം വഴി വിത്ത് വിതരണം നടത്തുന്നതിന് ഒരു ഉദാഹരണമാണ് തേങ്ങ അല്ലെങ്കിൽ താമര, ആമ്പൽ, അതെന്തും എഴുതാം. ഇനി പൊട്ടിത്തെറിച്ച് അങ്ങനെയുള്ള വിത്ത് വിതരണത്തിന് ഉദാഹരണമാണ് പഞ്ഞി, വെണ്ടയ്ക്ക തുടങ്ങിയവ. പ്രവർത്തനം 4. പയർ, മാങ്ങ, തെങ്ങ്, മുള തുടങ്ങിയ സസ്യങ്ങളുടെ ഇലകളുടെയും വേരുകളുടെയും ചിത്രങ്ങൾ നിരീക്ഷിക്കുക. ചോദ്യം A. ചിത്രം നിരീക്ഷിച്ച് ഒരേ സിരാവിന്യാസമുള്ള 2 സസ്യങ്ങളെ കണ്ടെത്തി എഴുതുക. പയറിനും മാവിനും ഒരേ സിരാവിന്യാസമാണ്, അതുപോലെ തെങ്ങിനും മുളയ്ക്കും ഒരേ സിരാവിന്യാസമാണ്. പയറിനും മാവിനും ജാലിക സിരാവിന്യാസവും തെങ്ങിനും മുളയ്ക്കും സമാന്തര സിരാവിന്യാസവുമാണ് കേട്ടോ. ചോദ്യം B. ഓരോ സസ്യത്തിൻ്റെയും സിരാവിന്യാസത്തിൻ്റെയും പേരുപടലങ്ങളുടെയും പേരുകൾ എഴുതുക. പയറിന് സിരാവിന്യാസം ജാലിക സിരാവിന്യാസമാണ്, മാവിന് ജാലിക സിരാവിന്യാസമാണ്, തെങ്ങ് സമാന്തര സിരാവിന്യാസമാണ്, മുള സമാന്തര സിരാവിന്യാസമാണ്. ഇനി പയറ് തായ്വേരു പടലമാണ്, മാവും തായ്വേരു പടലമാണ്,
തെങ്ങ് നാരുവേര് പടലമാണ്, മുളയും നാരുവേര് പടലമാണ്. അപ്പോൾ ജാലിക സിരാവിന്യാസമുള്ള എല്ലാ സസ്യങ്ങൾക്കും തായ്വേര് പടലവും സമാന്തര സിരാവിന്യാസമുള്ള എല്ലാ സസ്യങ്ങൾക്കും നാരുവേര് പടലവും ആയിരിക്കും. പ്രവർത്തനം 5. താഴെ തന്നിരിക്കുന്ന നക്ഷത്രഗണത്തിൻ്റെ ചിത്രങ്ങൾ പരിശോധിക്കുക. ചോദ്യം എ. ചിത്രങ്ങളിലെ നക്ഷത്രക്കൂട്ടങ്ങളുടെ പേരുകൾ എഴുതുക. ചിത്രം 1 വേട്ടക്കാരനാണ് അല്ലെങ്കിൽ ഓറിയോൺ ആണ്, ഓറിയോൺ എന്നും എഴുതാം. ചിത്രം 2 സപ്തർഷികളാണ്. ചോദ്യം ബി. ചിത്രം 1 നക്ഷത്ര സമൂഹം ഏത് മാസത്തിലാണ് ആകാശത്ത് കാണാൻ കഴിയുക? ഡിസംബർ മാസങ്ങളിലാണ് നമുക്ക് വേട്ടക്കാരനെ ആകാശത്ത് കാണാൻ കഴിയുക. ചോദ്യം സി. ചിത്രം 2 എത്ര നക്ഷത്രങ്ങൾ വ്യക്തമായി കാണാൻ കഴിയും? 7 നക്ഷത്രങ്ങളെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ടാണ് അതിന് സപ്തർഷികൾ എന്ന് പേര് വന്നിട്ടുള്ളത് കേട്ടോ. ചോദ്യം ഡി. ആകാശ നിരീക്ഷണത്തിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേരെഴുതുക. നമ്മൾ 2 സോഫ്റ്റ്വെയർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? കെ-സ്റ്റാറും സ്റ്റെലേറിയവും. പ്രവർത്തനം 6. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISRO ചാന്ദ്രയാൻ പോലെ നിരവധി ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ചോദ്യം എ. ശരിയായ രീതിയിൽ പട്ടിക പൂർത്തിയാക്കുക. നമുക്കവിടെ ദൗത്യവും അതിൻ്റെ ചിത്രവും ലക്ഷ്യവും എന്താണെന്നുള്ള പട്ടിക തന്നിട്ടുണ്ട്. ആദ്യത്തേത് നോക്കൂ. ലക്ഷ്യം ചൊവ്വ പര്യവേഷണമാണ്. അതിൻ്റെ ദൗത്യത്തിൻ്റെ പേരെന്തായിരുന്നു? മംഗളയാൻ എന്നായിരുന്നു. പിന്നെ ആദിത്യ L1 എന്നുള്ള ദൗത്യം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സൗര പര്യവേഷണത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഗഗൻയാൻ ബഹിരാകാശ പര്യവേഷണത്തിന് വേണ്ടിയിട്ടായിരുന്നു. ചോദ്യം ബി. ബഹിരാകാശത്ത് സ്ഥാപിച്ചിട്ടുള്ള ബഹിരാകാശ പരീക്ഷണശാലകളാണ് ബഹിരാകാശ നിലയങ്ങൾ. ബഹിരാകാശ നിലയത്തിൽ എത്തുന്നവർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തെല്ലാം? വായുവില്ല, വെള്ളമില്ല, ഗുരുത്വാകർഷണമില്ല തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ അവർക്ക് നേരിടേണ്ടതായിട്ടുണ്ടായിരിക്കും കേട്ടോ. ചോദ്യം സി. ഭൂമിയുടെ പ്രകൃതിയാലുള്ള ഉപഗ്രഹമാണ് ചന്ദ്രൻ. ചന്ദ്രൻ സ്വയം പ്രകാശിക്കാത്ത ആകാശഗോളമാണ് എന്നത് ചന്ദ്രൻ്റെ ഒരു പ്രത്യേകതയാണ്. മറ്റ് 2 പ്രത്യേകതകൾ കൂടി എഴുതുക. ചന്ദ്രനിൽ ജലസാന്നിധ്യമുണ്ട്. ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്നു. പ്രവർത്തനം 7. താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ വിട്ടുപോയ ഭാഗങ്ങൾ പൂർത്തിയാക്കുക. നമുക്ക് കൃത്രിമ ഉപഗ്രഹവും അതിൻ്റെ പ്രധാന ഉപയോഗവും എന്താണെന്നുള്ള പട്ടികയാണ് തന്നിട്ടുള്ളത്. അതിൽ വിട്ടുപോയ ഭാഗങ്ങളൊന്ന് പൂർത്തിയാക്കി നോക്കാം. ആദ്യത്തേത് ഇൻസാറ്റ് ആണ്. ഇൻസാറ്റിൻ്റെ ഉപയോഗം വാർത്താവിനിമയമാണ്. രണ്ടാമത്തേത് ജ്യോതിശാസ്ത്ര പഠനത്തിന് ഉപയോഗിക്കുന്ന കൃത്രിമ ഉപഗ്രഹം ആസ്ട്രോസാറ്റ് ആണ്. ഇനി GSAT-7 എന്തിനാണ്? പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഉപയോഗം എന്ന് പറയുന്നത്. ചോദ്യം ബി. GPS-ന് സമാനമായ ഇന്ത്യൻ സംവിധാനത്തിൻ്റെ പേരെഴുതുക. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഏതാണ്? IRNSS. ഓക്കെ. ചോദ്യം സി. റോക്കറ്റ് വിക്ഷേപണം നടത്തുന്നത് ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്നാണ്. നമ്മുടെ രാജ്യത്തെ ഇത്തരം കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്നു. 1971 ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിച്ചു. ഈ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൻ്റെ പേരെന്ത്? എന്താണ്? സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ആണ്. അടുത്തതുള്ളത് ഏതായിരുന്നു? തുമ്പ ലോഞ്ചിങ് സ്റ്റേഷൻ അല്ലെങ്കിൽ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ആണ്. അത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള തുമ്പയിലാണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് അഥവാ ചോദിക്കുകയാണെങ്കിൽ അതാണ് എഴുതേണ്ടത്. പ്രവർത്തനം 8. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കുക. ചോദ്യം എ. ചിത്രത്തിൽ A, B എന്നിവ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് എഴുതുക. A ബീജമൂലമാണ്, B ബീജപത്രമാണ്. ചോദ്യം ബി. ഓരോ ഭാഗത്തിലും സംഭവിക്കുന്ന മാറ്റം എന്താണ്? അതായത് സസ്യം വളർന്നു വരുന്ന സമയത്ത് ഈ ഓരോ ഭാഗത്തിലും സംഭവിക്കുന്ന മാറ്റം എന്താണ്? എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ബീജമൂലം വേരുപടലമാവുന്നു, ബീജപത്രം പ്രാഥമിക ഇലകളാവുന്നു. ഓക്കെ. ചോദ്യം സി. നടീൽ വസ്തുക്കളെ അടിസ്ഥാനമാക്കി താഴെ പറയുന്ന സസ്യങ്ങളെ തരംതിരിക്കുക. നെല്ല്, മരച്ചീനി, ഇലമുളച്ചി, ശീമപ്ലാവ്, പയറ്, മുല്ല, കറിവേപ്പ്, നിലപ്പന. ഇത് ഏത് രീതിയിലാണ് നടുക എന്നുള്ള, അതായത് ഏത് ഭാഗമാണ് ചെടിയുടെ ഏത് ഭാഗമാണ് നടുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? പട്ടികപ്പെടുത്തണം, അല്ലെങ്കിൽ എഴുതി കൊടുത്താലും മതി. ആദ്യത്തേത് വിത്ത് വഴി നടുന്നതാണ് എന്ത്? നെല്ല്, പയറ്, നിലപ്പന തുടങ്ങിയവ. പിന്നെ അടുത്തത് വേര് വഴി നമ്മൾ സസ്യങ്ങൾ വളർത്തിയെടുക്കുന്നതാണ് മുല്ല, കറിവേപ്പ്, ശീമപ്ലാവ്. ഇനി ഇല വഴി വളരുന്നതാണ് എന്ത്? ഇലമുളച്ചി. പിന്നെ കാണ്ഡം അല്ലെങ്കിൽ തണ്ട് വഴി വളരുന്നതാണ് എന്ത്? മരച്ചീനി. അപ്പോൾ എങ്ങനെയുണ്ട് മക്കളെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ? സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ലതുപോലെ പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതെല്ലാം. ബേസിക് സയൻസിൻ്റെ ഓൾറെഡി നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത കുട്ടികൾ നമ്മളുടെ STD5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് പോയിട്ട് അതിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും പഠിക്കുക. മറ്റു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്